നമ്മുടെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൻ്റെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വളരെ ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികളാണ് ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ഈ കിഫ്ബി പദ്ധതിയിൽ 1000-ൽ കൂടുതലും 500-ൽ കൂടുതലും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകി 3 കോടിയും 1 കോടിയുടെയും കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി നൽകുകയുണ്ടായി. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി മിക്ക സ്കൂളുകളിലെയും നിർമ്മാണ പ്രവൃത്തികൾ ഇന്ന് സ്തംഭനാവസ്ഥയിലാണ്. കിഫ്ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൂടി ഉൾപ്പെടുത്തി ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ഈ സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. യെസ് മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. സാർ, ഞാൻ ഇത് ചുമതലയെടുത്ത ശേഷം 2 പ്രാവശ്യം മണ്ഡലാടിസ്ഥാനത്തിൽ ഈ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള യോഗം വിളിച്ചു ചേർത്തു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ സഹായവും ഉണ്ടായിരുന്നു. യോഗങ്ങൾ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. സാർ, ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഏജൻസികളാണല്ലോ ഈ നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നത്. ആ പല ഏജൻസികളും കൊടുത്തിരിക്കുന്ന കരാറുകാരന്മാർ സമയത്തിന് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പൈസ കൊടുക്കാത്തതല്ല സാർ, 5 കോടിയുടെ ആകെ 141 സ്കൂളാണ്. അതിൽ ഇതുവരെ പൂർത്തീകരിച്ചത് 138. അത് വളരെ പ്രോഗ്രസ്സാണ്. 2 സ്കൂളെ ഇനിയിപ്പോൾ അവശേഷിക്കുന്നുണ്ട്. സാർ, ഡീറ്റെയിലായി പറയണ്ട, എൻ്റെ പോയിന്റിലേക്ക് പറഞ്ഞാൽ മതി. ആ പോയിന്റ് സാർ, ഞാൻ പോയിന്റ് എത്തിച്ചേരാം. 3 കോടി സ്കൂൾ, ആകെ സ്കൂളുകൾ 386. സാർ, ഇതുവരെ പൂർത്തീകരിച്ചത് 174 സ്കൂള്. ബാക്കി അങ്ങ് പൂർത്തീകരിക്കാനിരിക്കുകയാണ്. സാർ, ഒന്ന് ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. ഈ 94 സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ വിവിധ ഘട്ടങ്ങളിലാണ്. 1 കോടിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഘട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ളത്. സാർ, 1 കോടിയുടെ ആകെ സ്കൂളുകൾ 446 ഇതുവരെ പൂർത്തീകരിച്ചത് 176. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം ശരിയാണ്. ഈ നിയമസഭാ സമ്മേളനം തീരുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ കൂടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് നമുക്കൊരു സമയബന്ധമായി തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാം.